വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാമുകൾ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോ എക്സാമുകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ +1 സോഷ്യോളജിയുടെ മക്കള് ആഗ്രഹിക്കുന്നുണ്ടാകും, മിസ് ഞങ്ങൾക്ക് സോഷ്യോളജിയിൽ ഈ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു തരുമോ എന്ന്. ഉണ്ടല്ലോ, ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. കുറച്ച് ഏതൊക്കെയാവും +1 സോഷ്യോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാകും എസ്സേ ചോദിക്കുക? അതിവിടെ ചോദിക്കട്ടെ. നമ്മുടെ സോഷ്യോളജിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടേ? ഒരു 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. നമുക്ക് നോക്കല്ലേ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എസ്സേകൾ. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? നിങ്ങൾ ഈ എസ്സേ പഠിച്ചോളൂ, എന്തായാലും എക്സാമിന് ചോദിക്കും. ഉറപ്പായിട്ടും ഷുവർ ആണ്. നമുക്ക് എക്സാമിന് വന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് കണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. റെഡി ആണല്ലോ? അതേപോലെ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മുടെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുകയാണ്. ആഫ്റ്റർ ഓണം എക്സാം നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യും. മാത്രമല്ല ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. മനസ്സിലായോ? ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലായിട്ട് പഠിക്കുന്നത് പറയുമ്പോൾ എന്താക്കും? ഓക്കെ, ഓണം എക്സാം വരെ ഇവിടെ എത്തി ഇത് എജുപോർട്ടിൽ ജോയിൻ ചെയ്ത മക്കളും ഉണ്ടാകും, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്ത മക്കളും ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാ, ജോയിൻ ചെയ്യാത്തത് എന്ത് ചെയ്യാ, ഈ എജുപോർട്ടിൽ അവിടെ ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഈ +1 +2 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല ന്യൂജൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റഡീസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഡി ആണല്ലോ? അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ആ നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ആഫ്റ്റർ ഓണം എക്സാം. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? മറ്റൊന്നാണ്, നമ്മൾ ഈ ഇടയ്ക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ലഭിക്കും? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഓരോ എസ്സേ ടൈപ്പ് വിത്ത് ആൻസേഴ്സ് എങ്ങനെ കിട്ടും? ചിന്തിക്കുന്നവരുണ്ടോ? ഉണ്ടോ? എങ്ങനെ കിട്ടും? അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. റെഡി ആണല്ലോ? നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അറിയണ്ടേ? നമ്മുടെ +1 സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓരോ ചാപ്റ്റേഴ്സിന്റെയും ചാപ്റ്റർ സമ്മറി ആൻഡ് മൈക്രോബിറ്റ് വരെ അവൈലബിൾ ആണ്. ഈ മൈക്രോബിറ്റ് എന്ന് പറയുമ്പോൾ എന്താവും, ബിറ്റ് വെക്കാനുള്ളതാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നമ്മുടെ ഓരോ ടോപ്പിക്സും വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായ രീതിയിൽ പഠിക്കാൻ പറ്റുന്നതാണ് എന്ത് മൈക്രോബിറ്റ്സ് എന്ന് പറയുന്നത്. ഉണ്ടല്ലോ, നോട്ട്സ് അതുപോലെ തന്നെ PYQ ചാപ്റ്റർ സമ്മറി ആൻഡ് സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അവൈലബിൾ. അപ്പൊ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് നമ്മുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. റെഡി ആണല്ലോ? നമുക്ക് നോക്കാം, കുറച്ച് ഷുവർ എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടൊരു ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് ഡിസ്കസ് ദ കണക്ട് പേഴ്സണൽ പ്രോബ്ലംസ് ടു പബ്ലിക് ഇഷ്യൂസ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും മക്കളെ എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കും. സാമൂഹ്യശാസ്ത്ര ഭാവനയുടെ ആശയം വിശദീകരിക്കുകയും അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ പൊതു പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നുവെന്ന് ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ കൈകാര്യം ചെയ്യും? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അറിയാലോ? ആരാണ് ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? ഒന്ന് കമന്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയ വ്യക്തിയുടെ പേര് ആരാണ്? എല്ലാവർക്കും അറിയാലോ അല്ലെ? നമ്മുടെ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള C. റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം പറയുന്നത്? refers the ability to connect individual experience to the larger social and historical context. Then this perspective help us see that what often appears to be a purely personal matter may be fact to be linked to
ബ്രോഡർ പബ്ലിക് ഇഷ്യൂസ്. അപ്പൊ നമ്മളെ സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റഡി നടത്തുകയാണ്, എന്തൊക്കെയാണ് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ സൊസൈറ്റി തന്നെ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ടാകും. മനസ്സിലായല്ലോ? അതാണ് അദ്ദേഹം പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നൊരു കോൺസെപ്റ്റിലൂടെ പബ്ലിക് ഇഷ്യൂസും അതുപോലെ തന്നെ ഇന്ത്യൻ ഇഷ്യൂസും എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പഠിക്കണം. വാട്ട് ഈസ് ദ പബ്ലിക് ഇഷ്യൂ? എന്താണ്? വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരു വ്യക്തി അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് എന്തെന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പബ്ലിക് ഇഷ്യൂ എന്താണ്? പൊതു പ്രശ്നങ്ങൾ എന്താണ്? വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്നതും സമൂഹത്തിന്റെ സംഘടനയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ഉയർന്നു വരുന്നതുമായ പ്രശ്നങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പൊതു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ കൊടുക്കാം? അൺഎംപ്ലോയ്മെന്റ് എടുക്കാം, തൊഴിലില്ലായ്മ എടുക്കുമ്പോ എന്താണ്? ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിലും ഫാമിലീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും തൊഴിൽ രഹിതരായ ആളുകളെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, അത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഇതൊരു സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താവും? തൊഴിലില്ലായ്മ പല ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് എന്തായാലും സോഷ്യൽ പ്രോബ്ലം ആയിട്ട് അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ സാമൂഹിക ഭാവന വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും പൊതു പ്രശ്നങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു വിടവ്, ആ ഒരു ഗ്യാപ്പാണ് അത് ഫില്ല് ചെയ്യുന്നത്. വ്യക്തിഗത അനുഭവങ്ങൾ പലപ്പോഴും വലിയ സാമൂഹിക ശക്തികളെ രൂപപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാട് പ്രയോഗത്തിലൂടെ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും നാം മാറി പകരം ആ വ്യക്തിയുടെ പ്രശ്നങ്ങളുടെ ഘടനാപരമായ കാരണങ്ങൾ മനസ്സിലാക്കുകയും അവ അഭിസംബോധന ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഉദാഹരണം കൊടുത്തത് അൺഎംപ്ലോയ്മെന്റ് ആണ്. തൊഴിലില്ലാത്ത വ്യക്തി നമ്മൾ എടുക്കുകയാണ്. നമ്മൾ എന്തും കൂടെ നോക്കും, ആ വ്യക്തിയുടെ ഇക്കോണമിക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. എന്താണ് സാമ്പത്തിക നില, എന്താണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടോ, എഡ്യൂക്കേഷന് വിദ്യാഭ്യാസം പഠിക്കുന്ന കാലത്ത് ആ സമയത്ത് എന്താണ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മളെല്ലാം കൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നത് മനസ്സിലാക്കും. ഇതൊരു വലിയൊരു പ്രശ്നമാണ്, ഒരു കൂട്ടം ആളുകൾ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കോൺസെപ്റ്റിലൂടെ ഈ രണ്ട് പ്രശ്നങ്ങളെയും ഒന്നാക്കുകയാണ് ആൾ ചെയ്യുന്നത്. മീൻസ് അദ്ദേഹം അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ടോപ്പിക്കിന്റെ ഭാഗത്ത് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം. എന്താണ് സോഷ്യോളജി റിലേഷൻഷിപ്പ് ടു അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ? എന്താണ് സാമൂഹ്യശാസ്ത്രം മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായിട്ടുള്ള സോഷ്യോളജിയുടെ ബന്ധം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാലോ? ഏതൊക്കെ നമുക്ക് പറയാണ്ട് ഇവിടെ? ഏതൊക്കെയുണ്ട്? സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി, സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ലാസ്റ്റ് വൺ ഈസ് ആന്ത്രോപോളജി. 5 ഡിസിപ്ലിൻസുകൾ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ? ഇത് ഓരോന്നും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എസ്സേക്ക് തന്നെ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചിലപ്പോ ഏതെങ്കിലും 2 എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ 3 എണ്ണം വെച്ച് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ള ഹിസ്റ്ററിയും എക്കണോമിക്സും ഹിസ്റ്ററിയും സൈക്കോളജിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? എന്തായാലും ചോദിക്കും. പൊളിറ്റിക്സും എക്കണോമിക്സും സൈക്കോളജിയും ആന്ത്രോപോളജി ഒക്കെ പഠിച്ചോളൂ. സിമ്പിൾ ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. മസ്റ്റ് ആണ് ട്ടോ. ഓക്കെ അല്ലേ? യെസ്. അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക് ആണ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് their റോൾ ഇൻ സൊസൈറ്റി. നമുക്ക് കുറെ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കാണ്ട് അറിയാലോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പുകൾ ഉണ്ട്. ആ ഓരോ ഗ്രൂപ്പും സൊസൈറ്റിയിൽ ചെലുത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ചെലുത്തുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുമായിട്ട് സമൂഹത്തിൽ വലിയ പങ്കുണ്ടോ? ഈ ഒരു ടോപ്പിക് പഠിച്ചോളൂ. എന്തായാലും മെസ്സേജ് ചോദിക്കും. ഷുവർ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ. എന്തായാലും പഠിച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മിസ് ഈ ഗ്രൂപ്പ്സുകള് അറിയോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താം. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം സോഷ്യൽ ഗ്രൂപ്പ്സുകളെ നിങ്ങൾക്ക് അറിയാം.
ഒന്നോ രണ്ടെണ്ണോ ഒന്നും അല്ലല്ലോ സോഷ്യൽ ഗ്രൂപ്പുകളെ. ഏതൊക്കെയുണ്ട്? അപ്പൊ എന്ത് ചെയ്യാ, പഠിച്ചോളൂ മക്കളെ. എന്താണ് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഏതൊക്കെയാ നമുക്കുള്ളത്? സോഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കൊടുക്കാം? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കണം. ഫസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് ചെയ്യാ, ഒരു ഇൻട്രോ ആയിട്ട് ഒരു 2-3-4 വരി ഉൾപ്പെടുന്ന വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ് എന്നത് ഇത് കൊടുക്കാം. എന്നിട്ട് വേണം എന്ത് കൊടുക്കാന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൊടുക്കണം. എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ. എന്താണ്? സോഷ്യൽ ഗ്രൂപ്പിൽ എന്തിനാ തുടർച്ചയായ പരസ്പര പ്രവർത്തനം ഉണ്ടാകും. as a sustainable model of this interaction. ഈ പരസ്പര പ്രവർത്തനത്തിന്റെ ഒരു സുസ്ഥിര മാതൃകയും അതിന് ഉണ്ടാകും. then ഗ്രൂപ്പ് കോൺഷ്യസ് ആയ ഒരു സംഘബോധം അവർക്ക് അവിടെ ഉണ്ടാകും. then മറ്റൊന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ്. അവർക്ക് എന്താണ്, പൊതു താല്പര്യങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. then മറ്റൊന്നാണ് acceptance of common rules and values. then a definite structure, നിശ്ചിത ഘടനയും എന്തിനുണ്ടാകും, സാമൂഹിക സംഘടനയ്ക്ക് ഉണ്ടാകും. മനസ്സിലായല്ലോ? then different types of social group. ഏതൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ട്? നിങ്ങൾ കമന്റ് ചെയ്തോ? ഏതൊക്കെയുണ്ട് മക്കളെ? പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻ ഗ്രൂപ്പ് ഉണ്ട്, ഔട്ട് ഗ്രൂപ്പ് ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയുണ്ട്? അപ്പൊ ഇത്രയും ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. കമന്റ് ചെയ്തോ? നിങ്ങൾ ഏതാ ഗ്രൂപ്പ് ഉള്ളത് എന്നുള്ളത് ഓക്കെ നോക്കൂട്ടോ. then പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? it is the small group ആണ്, ഇമോഷണലി ഇന്റിമേറ്റ് അല്ല, അത്രക്കും നല്ല ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഗ്രൂപ്പാണ്. then കോപ്പറേറ്റ് വിത്ത് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും ആണല്ലോ. ഫോർ എക്സാമ്പിൾ എന്താണ്? ഫാമിലിയും വില്ലേജും നൈബർഹുഡും പിയർ ഗ്രൂപ്പ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അതിന്റെ എന്താണ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മെമ്പർ ഓഫ് ദ ഫാമിലി യു ഹാവ് എ സെൻസ് ഓഫ് വി, അല്ലെ? വി നമ്മൾ എന്നൊരു ഫീൽ അവിടെ ഉണ്ടാകും നമുക്ക് ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിൽ നമുക്ക് ഉണ്ടായിരിക്കും. then സ്മോൾ ഇൻ സൈസ് ആണ്, പേഴ്സൺ ഓറിയന്റഡ് ആണല്ലോ. then have a direct emotional relationship നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. then മറ്റൊന്നാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോർമൽ റിലേഷൻഷിപ്പ്, ഒരു ഔപചാരിക ബന്ധമാകും ഇതിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാവുക ആണല്ലോ. ഗോൾ ഓറിയന്റഡ്, ഒരു എന്തെങ്കിലും ഒരു ഗോൾ ലക്ഷ്യം ഉണ്ടാവും അവർക്ക്, അതിന്റെ ബേസ് അവർ മീറ്റിംഗും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടാവുക. മറ്റൊന്നാണ് എന്ത്? റിലേറ്റീവ്ലി ലാർജ്, എന്താണ്? വലിയ ഒരു ഗ്രൂപ്പ് ആകും. നോൺ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, എന്താണ്? നേരിട്ടല്ലാതെയുള്ള ആശയവിനിമയം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. മറ്റൊരു ഗ്രൂപ്പാണ് എന്ത്? കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്തിൽ വളരെ അടുത്തതും വ്യക്തിപരവും കുറേ കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള ബന്ധത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പാണ് എന്ത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ എന്ത് കൊടുക്കാം? ഫാമിലി, വില്ലേജ് ഒക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. then ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പ് എന്താ? വി എന്നൊരു ഫീൽ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ എന്ന ഫീൽ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളം എടുക്കാം, നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുന്ന മലയാളികളെ. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? മലയാളം സംസാരിക്കാത്ത മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ പണിക്ക് വരാറുണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ മലയാളം സംസാരിക്കുന്നവരൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. ലാംഗ്വേജ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആണല്ലോ. ഇനി റിലിജിയൻ വെച്ച് നോക്കുകയാണെങ്കിലോ, ഹിന്ദുയിസം ഒരു ഗ്രൂപ്പാണ്, ഇസ്ലാമിസം ഒരു ഗ്രൂപ്പാണ്, ക്രിസ്ത്യാനിറ്റി ആയാലും ഈ ജൈനിസ് ആയാലും ഒക്കെ എന്താണ്? അതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. മലയാളം സംസാരിക്കുമ്പോൾ ലിംഗേജസിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന എല്ലാവരും എന്താണ്? ഒരു ഗ്രൂപ്പാണ് ആണല്ലോ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തോട് അന്യ സംസ്ഥാനത്തോട് ഇൻ ഗ്രൂപ്പ് പെടോ? ഔട്ട് ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ്. അപ്പൊ ഇൻ ഗ്രൂപ്പ് ആരാണ്? മലയാളികളാണ്. ഔട്ട് ഗ്രൂപ്പ് ഏതാണ്? അവിടെയുള്ള പുറത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ ഔട്ട്. ഇന്ത്യന്റെ ബേസ് നോക്കുകയാണെങ്കിലോ ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യ നമ്മളെല്ലാം എന്താണ്? ഒരു ഗ്രൂപ്പാണ് അല്ലെ? അപ്പൊ ഇതാണ് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ല? ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്. നമ്മുടെ ഇതിൽ ഉൾപ്പെടാത്തതാണ് എന്ത്? ഔട്ട് ഗ്രൂപ്പ്. അതുപോലെ എന്തെങ്കിലും ബേസിൽ മലയാളത്തിലെ ലിംഗേജിന്റെ ഒക്കെ ബേസിലുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പാണ്. സെറ്റല്ലേ? യെസ്. മറ്റൊന്നാണ് എന്ത്? റെഫറൻസ് ഗ്രൂപ്പ്. വളരെ സിമ്പിൾ ആണ്. മറ്റൊരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി
ഏത് സംഘങ്ങളുടെയും ജീവിത രീതികളാണ് അനുകരിക്കപ്പെടുന്നത് ആ സംഘത്തെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിലിം ആക്ടറിന്റെ ലൈഫ് സ്റ്റൈൽ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു കൾച്ചർ നമ്മൾ നോക്കുന്നു, അതൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് അവരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. മറ്റൊന്നാണ് എന്ത് പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും സമപ്രായക്കാരൊക്കെ ആളുകളുണ്ടാവും. അപ്പൊ അവരുടെയുള്ള ഗ്രൂപ്പാണ് എന്ത് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, എന്തായാലും പഠിച്ചോളി. ഷോർട്ട് എസ്സേ നമുക്ക് എസ്സേ ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? യെസ്. അപ്പൊ എന്ത് ചെയ്യാ, നോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്തോടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ നമ്മുടെ എജുപോർട്ടിന്റെ ഫാസ്റ്റ് ടാഗ് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓണം എക്സാമിന് ശേഷം. അപ്പൊ എന്ത് ചെയ്യുക, ഇനി കുറച്ച് സമയമേ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് മാർക്ക് വാങ്ങാമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ നിങ്ങളുടെ +1 കളർഫുൾ ആക്കണ്ടേ, +2 ഡബിൾ കളർഫുൾ ആക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇങ്ങോട്ട് പോരും മക്കളെ. എജുപോർട്ടിലെ മികച്ച ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു സെറ്റ് വർഷങ്ങൾ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് പഠിക്കാം. വേണ്ടേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണോ? പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടോപ്പിക്കാണ് ഏത് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഈ ടോപ്പിക്ക് പഠിച്ചോളി മക്കളെ. എന്തായാലും നമുക്ക് എസ്സേക്ക് ഷുവറാണ്. കാരണം ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ? ഈ ടോപ്പിക്ക് എന്താ, സോഷ്യൽ കൺട്രോൾ പഠിച്ചോളൂ. അപ്പോൾ എന്താണ് സോഷ്യൽ കൺട്രോൾ? സാമൂഹിക നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു വ്യക്തിയെ നിയമാനുസൃത രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. പഠിച്ചോളൂ എന്താണ് സാമൂഹിക നിയന്ത്രണം എന്നത്. ദെൻ വ്യക്തികളുടെ പെരുമാറ്റത്തിന്മേലുള്ള സമൂഹത്തിന്റെ നിയന്ത്രണമാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എന്തുണ്ട്, ഫങ്ഷണലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നുണ്ട് എന്താണ് സോഷ്യൽ കൺട്രോൾ. വ്യക്തിയുടെയും സംഘത്തിൻ്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ബലപ്രയോഗമാണ് എന്ത്, സോഷ്യൽ കൺട്രോൾ എന്നാണ് ആര് പറയുന്നത് മക്കളെ, നമ്മുടെ ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റിൽ പറയുന്നത്. സമൂഹത്തിൽ ക്രമവും നിലനിർത്തുന്നതിനുള്ള മൂല്യങ്ങളും മാതൃകകളും നടപ്പാക്കുന്ന സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്ക് സാമൂഹ്യ നിയന്ത്രണം എന്താണ്, ആവശ്യമാണ്. മറ്റൊന്നാണ് കോൺഫ്ലിക്റ്റ് വ്യൂ ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താ പറയുന്നത്, പ്രബല വർഗങ്ങൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്ത്, സാമൂഹ്യ നിയന്ത്രണം എന്നാണ് ആര് പറയുന്നത്, കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ എന്തുണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പഠിച്ചോളൂ, എന്തായാലും ചോദിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഫാമിലി. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്തായാലും എസ്സേ പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. എന്താണ് മക്കളെ, എന്താണ് വൈവിധ്യമാർന്ന കുടുംബ രൂപങ്ങൾ ഏതൊക്കെയുണ്ട്? ഒന്ന് എന്താണ്, ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് റെസിഡൻസ്. രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് എന്ത്, മാട്രിലോക്കൽ ഫാമിലി, മറ്റൊന്നാണ് പാട്രിലോക്കൽ ഫാമിലി. മാട്രിലോക്കൽ ഫാമിലിയിൽ ബ്രൈഡും ഗ്രൂമും ആരുടെ വീട്ടിലാണ് താമസിക്കുക, ബ്രൈഡിന്റെ വീട്ടിൽ ഗ്രൂം താമസിക്കുന്നതാണ് എന്ത്, മാട്രിലോക്കൽ ഫാമിലി. പാട്രിലോക്കൽ ഫാമിലിയിലോ ഗ്രൂമിന്റെ വീട്ടിൽ ബ്രൈഡ് താമസിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പാട്രിലോക്കൽ ഫാമിലി. ഓക്കെ ആണല്ലോ? മറ്റൊന്ന് എന്താണ്, അതോറിറ്റി ആൻഡ് ഡൊമിനൻസ്. അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ട് രൂപങ്ങളായിട്ട് തരംതിരിക്കുന്നു. ഒന്നെന്താണ്, ഒന്ന് മാട്രിയാർക്കൽ ഫാമിലി, മറ്റൊന്നാണ് എന്ത്, പാട്രിയാർക്കൽ ഫാമിലി. വാട്ട് ഈസ് ദ മാട്രിയാർക്കൽ ഫാമിലി? എന്താണ് എന്താണ് മക്കളെ മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്? പാട്രിയാർക്കൽ ഫാമിലി എന്താണ്, പുരുഷന് ആധിപത്യമുള്ള
പാട്രിയാർക്കൽ ഫാമിലി ആർക്കാർക്ക് ആധിപത്യം ഉണ്ടാവുക? പുരുഷനായിരിക്കും. പുരുഷനാവട്ടെ ഭയങ്കര പവറും അതോറിറ്റിയും ഒക്കെ മെന്നായിരിക്കും. എന്നാൽ മാട്രിലോക്കൽ ഫാമിലിയിൽ ആർക്കാണ് കൂടുതൽ അധികാരം ആധിപത്യം ഉണ്ടാവുക? സ്ത്രീക്കായിരിക്കും. ഓക്കെ ആണല്ലോ. എം എന്ന് പറഞ്ഞാല് മാതാവ്, പി ഫോർ പിതാവ്. പഠിച്ചു വെച്ചോളൂ. പി തുടങ്ങുന്നൊക്കെ പുരുഷനുമായി ബന്ധപ്പെട്ടതാണ്, എമ്മിൽ തുടങ്ങുന്നതൊക്കെ എന്താണ്? സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. മറ്റൊന്നാണ് എന്ത്? ബേസ്ഡ് ഓൺ ദി ലീനേജ്. എന്താണ്? വംശപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെന്താണ്? മാട്രിലീനിയൽ ഫാമിലി. മറ്റൊന്നാണ് എന്ത്? പാട്രിലീനിയൽ ഫാമിലി. മാട്രിലീനിയൽ ഫാമിലി എന്താ? വംശപാരമ്പര്യം. ആരിലൂടെയാണ് ഉണ്ടാകുന്നത്? വംശപാരമ്പര്യം ആരിലൂടെയാണ്? യെസ്, മദറിലൂടെയാണ് അല്ലെ? വംശപാരമ്പര്യം മാതാവിലൂടെ നിൽക്കുന്ന ഒന്നെങ്കിൽ വംശപാരമ്പര്യം മൂത്ത മകൾക്കാണ് ലഭിക്കുക, ആണല്ലോ. ദെൻ പാട്രിലിനിയൽ ഫാമിലിയിലോ വംശപാരമ്പര്യം ആർക്കാണ്? മൂത്ത മകനിലോട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ദെൻ മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. എന്താണ് രാഷ്ട്രരഹിത സമൂഹങ്ങൾ? ഈ ടോപ്പിക്ക് പഠിച്ചോളൂ, എന്തായാലും നമുക്ക് എസ്സേ ചോദിച്ചു വരാറുണ്ട്. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്താണ്? ആധുനിക സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്താണ്? സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ചോളൂ, എന്തായാലും നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. ദെൻ മോഡേൺ സ്റ്റേറ്റ് ഹാസ് എ ഫിക്സ്ഡ് സ്ട്രക്ചർ ആൻഡ് ഫോർമൽ പ്രൊസീജിയർ. ഓക്കെ ആണല്ലോ. ദ കോൺസെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് പറയുന്നത്? ദ സ്റ്റേറ്റ് ആർ ഡിഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. സോവേണിറ്റി, പരമാധികാരം ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റിസൺഷിപ്പ്, പൗരത്വം, ഐഡിയ ഓഫ് നാഷണലിസം, ദേശീയതയുടെ ആശയങ്ങളെ, ഗവൺമെന്റ്, സർക്കാർ. ഇത് നാലും പഠിച്ചോളൂ, എന്തായാലും ചോദിക്കും. മാത്രമല്ല അതിൻ്റെ കൂടെ ഇത് ഓരോന്നും എന്താണ്? വാട്ട് ഈസ് സോവേണിറ്റി, വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്, ഇത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്? റിലീജിയൻ and explain its essential characteristics. എന്താണ്? മതത്തെ നിർവചിക്കുക, അതിൻ്റെ സവിശേഷതകളെ വിശദീകരിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്തായാലും എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ റിലീജിയൻ? മതം ഒരു സാമൂഹിക സ്ഥാപനമായതിനാൽ അതിൻ്റെ സാമൂഹിക ശാസ്ത്ര പഠനമാണ് ഇവിടെ പ്രധാനപ്പെട്ട. റിലീജിയൻ പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മതത്തെ കുറിച്ചുള്ള ഒരു സാമൂഹ്യശാസ്ത്ര പഠനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ദെൻ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സമൂഹത്തിൽ മതങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുവെന്നും മറ്റ് സ്ഥാപനങ്ങളുമായുള്ള ബന്ധത്തെ കുറിച്ചൊക്കെയാണ് ഇവിടെ എന്ത് പഠിക്കുന്നത്? സോഷ്യോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജി ഒരു താരതമ്യ രീതി ഇവിടെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നുണ്ട്. ദെൻ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മറ്റു വശങ്ങളുമായി ബന്ധപ്പെട്ട് മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്ഥാപനങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി അബൌട്ട് റിലീജിയൻ. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലീജിയൻ? എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോൾ റിലീജിയൻ. എന്തൊക്കെയാണ്? മനുഷ്യന്റെ സാർവത്രികവും ശാശ്വതവും വ്യാപകവുമായിട്ടുള്ള ഒരു താല്പര്യമാണ്. അതിൽ ഒരു കൂട്ടം ചിഹ്നങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഓരോ റിലീജിയനും എന്തുണ്ട്? ഓരോ ചിഹ്നങ്ങളുണ്ട്. അതുപോലെ ബഹുമാനത്തിൻ്റെയോ ഭയത്തിൻ്റെയോ വികാരങ്ങളും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ടല്ലോ. വിശ്വാസികളുടെ ഒരു സമൂഹം നമുക്ക് എവിടെ കാണാൻ പറ്റും? റിലീജിയനിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് എന്ത്? റിച്വൽസ്. ആചാരങ്ങൾ എന്താണ്? മതവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥന ഉണ്ടല്ലോ, മന്ത്രോച്ചാരണം, ഗാനാലാപനം, പല തരത്തിലുള്ള ഭക്ഷണ
കഴിക്കലൊക്കെ എവിടെ കാണാൻ പറ്റും? നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ആണോ? ദെൻ ചില ഭക്ഷണം കഴിക്കാതിരിക്കൽ, ചില ആളുകൾ ഉപവാസങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഇതാണ് ആചാരങ്ങൾ. ദ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയസ് റിച്വൽസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ പ്രത്യേക സ്ഥലങ്ങളിൽ പതിവ് ചടങ്ങുകൾ നടക്കും. ഇപ്പൊ പള്ളികള്, അതുപോലെ മോസ്ക്, ക്ഷേത്രങ്ങളിലൊക്കെ തുടങ്ങിയ ആരാധന തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. മറ്റൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ് വെബർ, എമിലി ദുർക്കിം, T.E.B. ടൈലർ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയൻ. എന്താണ്? ഇത്രയും ആളുകൾ എങ്ങനെയാണ് റിലീജിയനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? എങ്ങനെ? ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഈ നോട്ട്സ് എല്ലാം കിട്ടുക. എങ്ങനെ കിട്ടും? നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ലിങ്കിന് താഴെ എന്തും കൂടെ ഉണ്ടാവും, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടെ ഉണ്ടാകും വീഡിയോക്ക് താഴെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PYQs, ദെൻ സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറികൾ അവൈലബിൾ ആണ്. ദെൻ മൈക്രോബിറ്റ് വരെ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? വെറുതെ നിങ്ങൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തണോ? അപ്പൊ എന്ത് ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ ഓണം എക്സാമിൻ്റെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് ഒരു കുടക്കയിൽ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ എന്ത് ചെയ്യുക? നമ്മുടെ എജുപോർട്ട് പുതിയൊരു അഡ്മിഷൻ വരുന്നുണ്ട്. എന്താണ്? ദ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നമ്മളിവിടെ എന്ത് വരുന്നുണ്ട്? ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ ഓണം എക്സാം എന്നാ തുടങ്ങുന്നത്? എന്നാണ്? ആഫ്റ്റർ ഓണം എക്സാമിന് ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഫലപ്രദമാവും നിങ്ങൾക്ക്. കാരണം എന്താണ്? നിങ്ങൾ +1 അല്ലേ ഇപ്പോൾ, ഇനി +2 കൂടെ നിങ്ങൾക്ക് ഇല്ലേ? അപ്പൊ എജുപോർട്ടിലെ ബെറ്റർ ടീച്ചേഴ്സിന് കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? കളർഫുൾ ആക്കണ്ടേ? വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വെറും 4299 രൂപയാണ് നമ്മുടെ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോളൂ. എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ബൈ.